അത്രമേൽ സുപരിചിതമല്ലാത്ത രണ്ട് വാക്കുകൾ പറയട്ടെ ഇംഗ്ലീഷിൽ. ഒന്ന് ട്രേഡ്, മറ്റൊന്ന് കൊമേഴ്സ്. ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ പല സമയങ്ങളിലും പല രീതികളിലും കേട്ടിട്ടുണ്ടാവും. ട്രേഡ് എന്ന് പറയുമ്പോൾ വ്യാപാരമാണ്, കൊമേഴ്സ് എന്ന് പറയുമ്പോൾ വാണിജ്യമാണ്. അപ്പോൾ ശരിക്കും മലയാളത്തിൽ എനിക്ക് ചോദിക്കാം, വ്യാപാരവും വാണിജ്യവും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. ഈ ട്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, വ്യാപാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക വാങ്ങുക വിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ചരക്കുകൾ വാങ്ങുക വിൽക്കുക, വസ്തുക്കൾ വാങ്ങുക വിൽക്കുക മുതലായ വളരെ ഫോക്കസ്ഡായ ഒരു സംഗതിയാണ്. എല്ലാ കാര്യങ്ങളും റിലേറ്റ് ചെയ്യുന്നത് ഒരു സംഗതിയുടെ വില ഉറപ്പിക്കുന്നു, എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നു, വില ഉറപ്പിക്കുന്നു, എപ്പോഴാണത് വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കുന്നു, ഏത് രീതിയിൽ എങ്ങനെയാണത് വാങ്ങേണ്ടത് തീരുമാനിക്കുന്നു, എവിടെയാണ് എത്തിക്കേണ്ടത്, എവിടെയാണ് ഡെലിവറി ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നു, എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങേണ്ടത് തീരുമാനിക്കുന്നു. ഇതെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ, വാങ്ങുക എന്നൊരു ട്രാൻസാക്ഷൻ നടക്കുന്നു. ഈ നടക്കുന്നതിന് ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾക്കാണ് ട്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക വ്യാപാരം. എന്നാൽ ഈ വ്യാപാരവും കൂടി ഉൾപ്പെടുന്ന ഒരല്പം വിശാലമായൊരു ഫ്രെയിമാണ് കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുക വാണിജ്യം. വാണിജ്യത്തിൽ സാധനങ്ങൾ വാങ്ങുക വിൽക്കുക എന്നത് മാത്രമല്ല, ആ വാങ്ങലും വിൽക്കലും നടക്കുന്നതിനാവശ്യമായ ഒരു വലിയ ഇക്കോസിസ്റ്റത്തെ കൂടി വാണിജ്യം അഥവാ കൊമേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ റൂൾസ്, റെഗുലേഷൻസ്, അതിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ, ലോജിസ്റ്റിക്സ്, ഒരു സ്ഥലത്തുനിന്ന് സാധനം മറ്റു സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടുന്നതായൊരു ഒരു സ്ഥിതിവിശേഷം, അതുപോലെ സംഘടനകൾ, അതുപോലെ അതിനുള്ള വ്യാപാര വാണിജ്യ മേഖലകൾ, ഇതെല്ലാം അടങ്ങുന്ന ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസും നിയമങ്ങളും എല്ലാം ബാധകമായ ഒരു സംവിധാനത്താണ് വാണിജ്യം എന്ന് പറയുക. നേരത്തെ നമ്മൾ പറഞ്ഞ ട്രേഡ് വ്യക്തികൾ തമ്മിലാവാം, സ്ഥാപനങ്ങൾ തമ്മിലാവാം, മേ ബി രാജ്യങ്ങൾ, ഒരു വ്യക്തി ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള ട്രേഡ് നടക്കാം, എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറയുന്നത്. ഇതിനെല്ലാം കൂടി ഒരു നിയമപരിധിക്കുള്ളിലാക്കി അതിന് വേണ്ടുന്ന ഒരു സംവിധാനം ഒരുക്കി. ഇപ്പോൾ ഷിപ്പിംഗ് പോർട്ടുകൾ, എയർപോർട്ടിലൂടെ വിമാനത്തിലൂടെ ഈ സാധനം കയറ്റി വിടുക, അങ്ങനെ എക്സ്പോർട്ട് ഇമ്പോർട്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന വിശാലമായ വ്യാപാരത്തിന് വേണ്ടുന്നതായ വിശാലമായ എല്ലാ സാമഗ്രികളും സംവിധാനങ്ങളും ചേർന്നൊരുക്കുന്നതിനെ നമ്മൾ വാണിജ്യമെന്ന് പറയുന്നു, കൊമേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ട്രേഡ് ഒരു ഫോക്കസ്ഡായ ഒരു സംഗതിയാണ്. കൊമേഴ്സ് ട്രേഡ് ഉൾപ്പെടുന്ന വിശാലമായ ഒരു സംവിധാനമാണ്. ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെയാണ്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയാത്ത രണ്ട് വാക്കുകളുടെ അർത്ഥവ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മളിതുപോലുള്ള ധാരാളം വാക്കുകളുടെ അർത്ഥവ്യത്യാസങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ സമയം കിട്ടുമ്പോൾ കാണുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വാക്കുകളുടെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ സംസാരം കൃത്യമാകും, ഭാഷ ശുദ്ധമാകും. ഇതുപോലുള്ള വാക്കുകളുമായി ഇനി നമ്മൾ കണ്ടുമുട്ടാം. അടുത്ത തവണ മറ്റ് രണ്ട് വാക്കുകളുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ.